ഒരു ഭാര്യ മരിച്ചു കിടക്കുന്നതാണ്, ഭർത്താവാണ് നിലവിളിക്കുന്നത്. അപ്പം നമുക്കത് പെട്ടെന്നൊരു പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആംബുലൻസ് സ്റ്റേഷന് മുമ്പിൽ കൊണ്ടുവെക്കും, ബോഡി എടുത്ത് പുറത്ത് വെക്കും. അങ്ങനെ മൂപ്പർ കുറച്ച് സമയം നിശബ്ദമായി. ഒരു കുറച്ച് വീണ്ടും ചോദിച്ചിട്ട് അവൾ പറഞ്ഞു എനിക്ക് ബോഡി കാണണം. കഴുത്ത് മുറിഞ്ഞതിൽ വെച്ചാണ് സ്ത്രീ മരണപ്പെട്ടത്. അപ്പോൾ സംഗതി അവിഹിതമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലായത്. സാർ, ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ സാർ അന്വേഷിച്ച ഏതെങ്കിലും ഒരു കേസ് അവിടെ പറയാമോ? ഇരിട്ടി DYSP ആയിട്ട് ജോലി ചെയ്തിരുന്ന സമയം ഒരു ദിവസം രാവിലെ ഒരു ഫോൺ കോൾ വന്നു. ഇങ്ങനെ ഒരു സ്ത്രീയെ കഴുത്തറുത്ത് ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, മരണപ്പെട്ടു എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറപ്പെട്ടു. അവിടെ എത്തി നോക്കുമ്പോഴേക്കും അടുക്കളയിൽ തന്നെ ഇങ്ങനെ നിലത്ത് കിടക്കുന്നുണ്ട്, രക്തത്തിൽ. സ്ഥലം നമ്മുടെ കച്ചേരിക്കടവ് എന്ന് പറയുന്നത് ഈ ഇരിട്ടിയിൽ നിന്നും വിരാജ്പേട്ടയിലേക്ക് പോകുന്ന റോട്ടിൻ്റെ അടുത്ത് വലത്തോട്ട് പോകുന്ന സ്ഥലമാണ്. അവിടെ നമുക്ക് പുതുതായിട്ട് ഇപ്പോൾ ഇരിട്ടി ഒരു വലിയൊരു ഹൈഡൽ ഇലക്ട്രിക്കൽ സ്റ്റേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്തുള്ളൊരു വീടാണ്, ഒരു ഓട് വെച്ച വീടാണ്. അപ്പോൾ അവിടെ പോയി ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി. അപ്പോൾ അവരുടെ ഭർത്താവ് ഒരു നല്ല കർഷകനാണ്. ഒരു പശുക്കളുണ്ട്, അതിനെ പശുക്കളെ കറന്ന് സൊസൈറ്റിയിലേക്ക് കൊടുത്ത് പാലൊക്കെ വിൽക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പാലൊക്കെ അന്ന് രാവിലെ കൊണ്ട് കൊടുത്ത് വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ട് പെട്ടെന്ന് നിലവിളിക്കുന്നത് കണ്ടിട്ടാണ് നാട്ടുകാർ അറിഞ്ഞത്. അപ്പോൾ നാട്ടുകാരെല്ലാം കൂടി നോക്കുമ്പോഴേക്ക് ഈ അടുക്കളയിൽ ഇങ്ങനെ കഴുത്തറുത്ത രീതിയിൽ കാണുന്നുണ്ട്. തൊട്ടടുത്തല്ല, കുറച്ച് ദൂരെയുള്ള വീടുകളാണ്, കുറച്ച് ദൂരെയായിട്ട് വീടുകളുണ്ട്. അപ്പോൾ അതങ്ങനെ നാട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മളെത്തുന്നത്. അപ്പോൾ അയാൾ അവിടെ ഇരിക്കുന്നുണ്ട്, ചുറ്റുപാട് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു ഇയാളെ ആടുന്ന് ലളിതമായിട്ടൊന്ന് ചോദ്യം ചെയ്തല്ല, എന്താ സംഗതി മനസ്സിലാക്കി. അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ രാവിലെ പശുവിനും കറന്ന് പാല് സൊസൈറ്റിയിൽ കൊണ്ടു കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ട് വരുമ്പോഴേക്കാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്, എന്താണെന്നറിയില്ല എന്നെല്ലാം പറഞ്ഞ് ഒരു മൊഴി തന്നു. അപ്പോൾ അപ്പോൾ തന്നെ ഞാനും പോലീസ് പാർട്ടി എല്ലാ വീടുകളിലും കയറി എല്ലാം നിരന്തരമായിട്ട് അന്വേഷിക്കാൻ, എല്ലാ സ്ഥലങ്ങളും അന്വേഷിക്കാനും എല്ലാ അഭിപ്രായം ചോദിക്കാനും വേണ്ടി പോയി. അപ്പോൾ അകലെയുള്ളൊരു വീട്, കുറച്ചും കൂടി ഒരു 100-200 മീറ്റർ അപ്പുറമുള്ള ഇയാളൊരു ബന്ധു വീടുണ്ട്. അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇതേ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ രാവിലെ ഇദ്ദേഹം ഇവിടെ വന്നിരുന്നു, ഒരു ചായ വേണമെന്ന് പറഞ്ഞിരുന്നു. ചായയും കുടിച്ചിട്ട് അങ്ങോട്ട് സാധാരണ വരാറില്ല. അവിടെയാണ് ഞങ്ങൾക്കൊരു സ്ട്രൈക്ക്. അങ്ങനെ വരാറില്ല, എന്നാലും ഇന്ന് ഇവിടെ കുറച്ച് സമയം ഇരുന്നു, ചായ കുടിച്ചു, തിരിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് ഇയാൾ നിലവിളിച്ചിട്ട് ആളെ കൂട്ടുന്നത്. അത് അപ്പോൾ ചെറിയൊരു സ്ട്രൈക്ക് മനസ്സിലേക്ക് വന്നു. സാധാരണ വരാറില്ല, ചായ കുടിച്ചു, കുറച്ച് സമയം ഇരുന്നു, പോയി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് അസ്വാഭാവികത വന്നു. അപ്പോൾ നമ്മൾക്കത് ഒരു ഭാര്യ മരിച്ചു കിടക്കുന്നതാണ്, ഭർത്താവാണ് നിലവിളിക്കുന്നത്. അപ്പോൾ നമുക്കത് പെട്ടെന്നൊരു പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാലും ഞാൻ സിയോട് SIയോട് പറഞ്ഞു ഇയാളെ നിരീക്ഷണം വേണം, നമ്മൾക്ക് പുറത്ത് പറയണ്ട, പക്ഷേ നിരീക്ഷിച്ച് നിൽക്കുക. അങ്ങനെ പോലീസിൻ്റെ പ്രാഥമിക ഇതൊക്കെ തെളിവ് ശേഖരണമൊക്കെ നടത്തി ബോഡി ഇൻക്വസ്റ്റ് ചെയ്ത് പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ക്രൈം സീനിലെ തെളിവുകളൊന്നും അത് സ്ഥലത്തുള്ള പ്രാഥമിക തെളിവുകളൊക്കെ കളക്ട് ചെയ്തു, ബ്ലഡ് എടുത്തു. അതുപോലെ തന്നെ ശരീരത്തിലെ മുടി ഇങ്ങനെ എന്തെങ്കിലും ചുറ്റുപാടിൽ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ വിശദമായി പരിശോധിച്ചു. ബ്ലഡ് നമ്മൾ എടുത്തു, എല്ലാം ചെയ്തു. പ്രാഥമികമായി ചെയ്യുന്ന തെളിവുകളൊക്കെ ചെയ്തു. എന്നിട്ട് ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് സാക്ഷികളെല്ലാം വിളിച്ചിരുത്തി ഇൻക്വസ്റ്റ് നടത്തി നേരെ പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. അങ്ങനെ വിശദമായ അന്വേഷണം ഈ പറഞ്ഞ പോലെ തോട്ടത്തിലും ചുറ്റുപാടും എല്ലാം അന്വേഷണം നടത്തി. ഞാൻ സിയോട് പറഞ്ഞു ഒരു കാര്യം ഇയാളെ അങ്ങോട്ട് കൂട്ടുന്നതായിരിക്കും നല്ലത്, ചിലപ്പോൾ ഇനി പിന്നീട് നമുക്ക് കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ട് കൂട്ടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ ഈ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം നേരെ ഓഫീസിലേക്ക് വന്നു. ഇയാളെയും കൂട്ടി അവിടെ ഇരുത്തി. ഇയാൾ സാധാരണക്കാരനെ പോലെ കലയിക്കാൻ തുടങ്ങി. എന്നെ എന്തിനാണ് കൊണ്ടുവന്നത്, എന്നെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്, നാട്ടുകാർ മുമ്പിൽ ആളെന്താ പറയുക, എന്നാൽ ഇങ്ങനെ എന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല, നിങ്ങളെന്താ തോന്നിയ അവസ്ഥ കുറേ ആൾ ചൂടാവാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ സമാധാനത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ഇരുത്തി ഇതേപോലെ ഇൻട്രോഗേഷൻ ആരംഭിച്ചു.
ഞാൻ നേരത്തെ പറഞ്ഞ അയാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ആ അയൽക്കാരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇവിടെ കുറച്ച് സമയം ഇരുന്നു, ഇയാൾ ചായ കുടിച്ചു, സാധാരണ അങ്ങനെ ഇരിക്കാറില്ല എന്നുള്ള ആ ഒരു വാക്ക് എൻ്റെ മനസ്സിലിങ്ങനെ മുഴങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട് ഇൻട്രോഗേഷൻ മുമ്പോട്ട് പോയി. അപ്പോൾ സ്ഥലത്ത് SP വന്നു. അപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. എന്താ, ഞാൻ പറഞ്ഞു സാറ് എനിക്കൊരു ചെറിയൊരു ഇതുണ്ട്, ഞാൻ മൊഴിയെടുക്കുകയാണ്, ഉറപ്പിച്ചിട്ടില്ല. ഇയാൾ സമ്മതിക്കുന്നില്ല, ഉറപ്പിച്ച് പറയുന്നു. ഞാനൊക്കെ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വേറെയും പറയുന്നുണ്ട്, നിങ്ങളെന്നെ കൂട്ടിക്കൊണ്ട് പോകും, ഞാൻ ആളെ കാണിച്ചു തരാം എന്ന വാക്കും പറയുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലൊരു സങ്കീർണമായി. അപ്പോൾ എല്ലാവരും കേൾക്കെ, അപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ സ്റ്റേഷനിൽ വന്നു. അതിൽ അഡ്വക്കേറ്റ്സ് ഇവരൊക്കെ ഉണ്ടായിരുന്നു. അവരും പറഞ്ഞു നിങ്ങളിങ്ങനെ നിരപരാധിനെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ പോയി, അയാൾ പ്രതിനെ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് കൂടുതൽ ഒരു കോംപ്ലിക്കേറ്റായി. ശരി, എന്നാൽ വീണ്ടും ഇയാളെയും കൂട്ടി സ്ഥലത്ത് പോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്, ഇയാളെ ഇങ്ങോട്ടൊരാൾ ഓടി പോയി എന്നെല്ലാം പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങോട്ട് ഓടി പോകാനുള്ള സാധ്യത നമ്മൾ അതായത് പറഞ്ഞ പോലെയെല്ലാം അന്വേഷണം നടത്തി. കാരണം ഒരു പഴുത് നമ്മൾ ഉണ്ടാക്കണ്ടല്ലോ. പക്ഷേ ഇയാൾ പറഞ്ഞ സ്ഥലത്തൊന്നും അങ്ങനെ ഒരു ഓടിപ്പോകാനുള്ള സാധ്യത കാണുന്നില്ല. അയാൾ ആദ്യം പറഞ്ഞിട്ടില്ല, ഇയാളെ ഇങ്ങനെ കണ്ടു എന്നൊന്നും അയാൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇൻട്രോഗേഷനിൽ വരുമ്പോഴാണ് ഇതൊക്കെ ഇയാൾ പറഞ്ഞു വരുന്നത്. വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു, ഈ പറഞ്ഞ പോലെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇയാൾ തീരെ സമ്മതിക്കുന്നില്ല. ഞാൻ എൻ്റെ ഭാര്യയെ കൊല്ലും, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അപ്പോൾ ഇവരുടെ ബന്ധുക്കളും അത് ഏറ്റുപിടിക്കുകയാണ്. 1-2 അഡ്വക്കേറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇയാളുടെ മക്കൾ സ്ഥലത്തില്ല, ഇവിടെ ദൂരത്ത് പഠിക്കുകയാണ്. രണ്ട് കുട്ടികളുണ്ട്, സ്ഥലത്തില്ല, ദൂരത്ത് പഠിക്കുകയാണ്. അങ്ങനെ മൊഴിയെടുത്ത് കുറച്ച് പറഞ്ഞ പോലെ സമാധാനത്തോടു കൂടിയും മൊഴിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻട്രോഗേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫോഴ്സ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കേണ്ടിയും വരും. അങ്ങനെല്ലാം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഇയാൾ എന്തായാലും സമ്മതിക്കുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയാളെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട്, അപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ച് വരേണ്ട സമയമായി. അപ്പോൾ നമ്മൾ വെറുതെ ഒരു വിഷയം എടുത്തിട്ടു. ആംബുലൻസ് സ്റ്റേഷൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കും, ബോഡി എടുത്ത് പുറത്ത് വെക്കും. നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ബോഡി അവിടെ വെക്കുന്നത്. അങ്ങനെ മൂപ്പർ കുറച്ച് സമയം നിശബ്ദമായി. കുറച്ച് വീണ്ടും ചോദിച്ചിട്ട് അയാൾ പറഞ്ഞു എനിക്ക് ബോഡി കാണണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നമ്മൾക്കൊരു കൺഫേം ആക്കാൻ വേണ്ടി അതിലൊരു ആൻസറാണത്. സത്യം പറഞ്ഞാൽ എനിക്ക് കാണണ്ടെന്ന് പറയുമ്പോൾ എന്താണ് കാണണ്ടെന്ന് പറയേണ്ട കാര്യം എന്നുള്ളതായി. എന്നിട്ടും അയാൾ സമ്മതിച്ചിട്ടില്ല, എനിക്ക് ബോഡി കാണണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ കയറി പിടിച്ചു, അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോയി. ഒരു വൈകുന്നേരം ആകുമ്പോൾ പുള്ളി സമ്മതിച്ചു, ഞാൻ ചെയ്തതാണ്. കാരണം ഇതാണ്, അയാളുടെ വീട്ടിൽ പിന്നെ കുറേ കൃഷിത്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ജോലിക്ക് കുറേ സ്ത്രീകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു സ്ത്രീയുടെ ഭർത്താവ് ജയിലിലാണ്. അപ്പോൾ ആ സ്ത്രീയായിട്ട് ഇയാൾ കുറച്ച് അടുപ്പം കാണിക്കുന്നതായിട്ട് ഭാര്യയ്ക്ക് തോന്നി. അപ്പോൾ അയാളെ അതിൽ നിന്ന് പറഞ്ഞു വിടണം, ആ സ്ത്രീയെ പറഞ്ഞു വിടണമെന്ന് ഈ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതിൻ്റെ പേരിൽ വീട്ടിൽ കലഹമുണ്ട്. പക്ഷേ വീട്ടിൽ വേറെ ആരുമില്ല, ഇവർ 2 പേരേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം രാവിലെ ഈ പാല് കറന്ന് ഇയാൾ വരുമ്പോഴും ഇതേ പ്രശ്നം മുമ്പിൽ വന്നു. ഇന്ന് ആ സ്ത്രീ പണിക്ക് വരാൻ പാടില്ല. പെട്ടെന്നുള്ള ആ ദേഷ്യത്തിൽ അയാൾ ആയുധം എടുത്ത് അവിടെ തന്നെ കഴുത്തിന് ഈ ഭാഗത്ത് നന്നായിട്ട് മുറിഞ്ഞു, കഴുത്ത് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ആ കഴുത്ത് മുറിഞ്ഞതിൽ വെച്ചാണ് സ്ത്രീ മരണപ്പെട്ടത്. അപ്പോൾ സംഗതി അവിഹിതമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലായത്.